അതെ അക്കാ, ഇവിടെ വന്നൊരു ഹോട്ടൽ ഇരുന്നത് அது எப்படி என்ன என்ன தெரியும், அந்த பேர் என்னன்னு தெரியாது. இங்க இருக்கு. அது என்ன ஹோட்டல்? ஹோட்டல் எல்லாமே ஹோட்டல் பேர சொன்னா தான் உங்களுக்கு எங்க இருக்குன்னு தெரியும். இங்க மொத்தமா ஹோட்டல் தானே? ஆமா. மூணார் அது நியூயார்க்கா தான் மூணாரா? நியூயார்க்கா? அது நியூயார்க். எல்லாம் மூணார். ഹലോ. ഗുഡ് മോർണിംഗ്. നമ്മളെ ഞാനൊരു കട, ഒരു ഹോട്ടൽ അന്വേഷിച്ചു. ഇതിന്റെ പേരെന്താ? വെസ്റ്റ്വുഡ് റോഡ് സൈഡ്. ഏതാ? വെസ്റ്റ്വുഡാ? എന്റെ പോന്നെ, ഈ മൂന്നാർ കിടന്ന് ഞാൻ ഇത്രയും നേരം കറങ്ങായിരുന്നു. വെസ്റ്റ്വുഡ് ആരുടെങ്കിലും എടുത്ത് ചോദിച്ചാൽ നമ്മുടെ വെസ്റ്റ്വുഡ് റിവർ സൈഡ് എന്നുള്ള പേര് ചോദിച്ചാൽ പേര് പറഞ്ഞു പോയി. വെസ്റ്റ്വുഡ് റിവർ സൈഡ് ഗാർഡൻ റിസോർട്ട് അങ്ങനെയാണ് എന്റെ പേരല്ലേ. ഞാനേ ഒരു സ്നേഹിതൻ പറഞ്ഞു മൂന്നാർ വന്നാൽ ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലം ഇതാണ്. നമുക്ക് വെസ്റ്റ്വുഡിന്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഫുഡ് ഉണ്ട്. ഷെഫിനെ പരിചയപ്പെടുത്തി തരാം. ഷെഫ് ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളൂ അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് മറ്റേ തേടിയ പള്ളി കാലെ ചുറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ, രോഗി ഇച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഞാൻ അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ജോമാഷി ഇവിടെ വേറെ സെപ്പറേറ്റ് അടുക്കളുണ്ടെന്നാ പറയണല്ലേ? അല്ലേ? ജോമാഷിയുടെ വീട് എവിടെയാ? തൊടുപുഴ. ടച്ച് റിവർ. തൊടുപുഴക്കാരനായ ജോമാഷ്. എന്താ രസം നോക്കിയേ. കറക്റ്റ് താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും വലിയ ഒരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലായത്. ഓപ്പൺ റെസ്റ്റോറൻറ്റ് അല്ലേ? ഓക്കെ. ഇവിടെ നിറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിരുന്നിട്ട് അവർ ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? താങ്കളുടെ വീട് എവിടെയാ? ട്രിവാൻഡ്രം സർ. തിരുവനന്തപുരത്ത് എവിടെയാ? ട്രിവാൻഡ്രം നെടുമങ്ങാട്. നമുക്ക് എന്താണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ വെസ്റ്റ്വുഡ് റിവർ സൈഡ് ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽത്തി ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ഇപ്പോൾ നമ്മൾ ബാംബു റൈസ് പൗഡറിന്റെ പുട്ട്. ബാംബു റൈസ് അതിന്റെ പുട്ടാണ് ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ പത്രാണി മച്ചി. പത്രാണി മച്ചിയാണ് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നത്. പത്രാണി മച്ചലി. പത്രാണി മച്ചലി എന്ന് പറഞ്ഞാല് പത്രാണി മീൻ അല്ലേ? പത്രാസാണ് മീൻ. ശരി, പത്രാസ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാം പത്രാണി മച്ചലി. എന്തായാലും നോക്കാം. അതുപോലെ തന്നെ മുളയരി പുട്ട്. ആ മുളയരി എന്ന് പറഞ്ഞാൽ മുള 40 വർഷത്തിലൊരിക്കലാണ് മുള പൂക്കുന്നതോടുകൂടെ തന്നെ, അതായത് സന്താന ഉൽപാദനത്തോടെ തന്നെ മരിക്കുന്ന ലോകത്തെ 2 ജീവജാലങ്ങളാണ്. ഒന്ന് നമ്മുടെ എട്ടുകാലിയും, 2 ഈ മുളയും. എട്ടുകാലി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് തന്നെ ശരീരത്തെ ഒട്ടിച്ചു വയ്ക്കും. അത് എന്താ പറയുക, മുട്ട വിരിഞ്ഞാലുടൻ തന്നെ ഈ എട്ടുകാലി കുഞ്ഞുങ്ങൾ ഈ അമ്മയെ തിന്നിട്ടാണ് ജീവിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ മുളയരി വീണ് കഴിഞ്ഞാൽ പിന്നെ ആ മുള നശിക്കുകയാണ്. മുളയരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ഫുഡാണ്. ഷിജുകുമാർ പറഞ്ഞത് കറക്റ്റാണ്. ഭയങ്കര ഹെൽത്തി ഫുഡായിട്ടുള്ള സാധനമാണ് മുളയരി. ഇത് പ്രമേഹം, ഇത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ സർവ്വ രോഗ സംഹാരിയായിട്ടുള്ള ഒരു എന്താ പറയുക ആഹാരമാണ്. അതും 14-15 വർഷത്തോളം ഈ അരി കേടുകൂടാണ്ടിരിക്കും. ഇത് ഇവിടെ മൂന്നാർ മുളയുണ്ടോ? മൂന്നാറിലുണ്ട്. ഉണ്ടോ?
മൂന്നാറിലെ ഏറ്റവും കൂടുതൽ മുളകൾ കാണപ്പെടുന്നത് എന്നാ ചെറിയ അറിവുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ സാർ. അല്ലേ? ഓക്കെ. അപ്പം ഇത് ബാംബു റൈസ്. ബാംബു റൈസ് ആണ് നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൾട്ട്, ഒരു ടീസ്പൂൺ. അപ്പൊ ഈ മുളരി പൊടിക്കകത്തേക്ക് അല്ലേ? അതെ, പൊടിക്കാതെ സാൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനായിട്ട് വെള്ളം. രോഗപ്രതിരോധ ശേഷി ഭയങ്കരമാണ് ഈ സാധനത്തിന്റെ. പിന്നെ ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. പുട്ട് ലോകത്ത് എന്തിനോടും ചേരും എന്ന് പറയുന്ന പോലെ, അനൂപേന്ദ്രൻ ഈ ലോകത്ത് എന്തിനോട് ഇഴുകിച്ചേരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് പുട്ട് ഈ ലോകത്ത് എന്തിനോടും ഇഴുകിച്ചേരും. പുട്ട് മുട്ട, പുട്ട് മീൻകറി, പുട്ട് ബീഫ്, പുട്ട് മട്ടൻ, പുട്ട് മുട്ട, പുട്ട് കടല, പുട്ട് സാമ്പാർ, പുട്ട് കീട്ട്, പിന്നെ പുട്ട് അവിയൽ, പുട്ട് തോരൻ, എന്തിൻ്റെ കൂടെ ചേരുന്നൊരു സാധനമാണ് പുട്ട്. അവരാണ് ദിലീപ് ഏട്ടൻ പുട്ട് തുടങ്ങിയത്. പുട്ട് ദിലീപ് ഏട്ടൻ എന്തിൻ്റെ കൂടെ ചേരും എന്ന് പറയുന്നത് പോലെ സംഗതിയാണ്. അപ്പോൾ എന്തായാലും അതിനുള്ള റെഡി ആയിട്ടുണ്ട് പുട്ട്. ഇത് ബാംബു മുളംകുറ്റിയാണ്. ഓക്കെ. ഇത് മുളംകുറ്റി തന്നെയാണ്. ഒരു ചെറിയ ഊട്ടയൊക്കെയുള്ള മുളംകുറ്റി. എന്നെ കാണാവാ? ഇത് ഇതിനാങ്കിലാണ്. ഇതിനകത്തൊരു ചെറിയ ചില്ലുണ്ട്. ആ ചില്ല് ഈ മുളയ്ക്കനുസരിച്ച് ഉരച്ചെടുത്തിരിക്കുകയാണ് തോന്നുന്നു അല്ലേ? പല ഷേപ്പ് അടിക്കുന്നതുണ്ട്, ഉരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ചില്ലിങ്ങനെ ചില്ലിട്ടു. ഇനി ഇതിനകത്തേക്കാണ് ഈ സാധനം വാരിയിടാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത്, അതായത് മുള്ളുകൊണ്ട് മുള്ളിനെടുക്കാന്ന് പറയുന്ന മുളയരി പൊടിച്ചിട്ട് മുളംകുറ്റിക്കകത്ത് പുട്ടുണ്ടാക്കി അങ്ങനെ ഇരിക്കും. അത് മുളക് കത്തിച്ചുള്ള പുട്ടാണെങ്കിലും എന്താ ചെയ്യാ. ഇതിനകത്ത് നമ്മൾ ആദ്യം കോക്കനട്ട്, തേങ്ങ അല്ലേ? അതെ, തേങ്ങ. എൻ്റെ അമ്മ ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് ഈ സാധനമൊക്കെ വാരിയിട്ടതിൻ്റെ രുചി. ഈ ചേട്ടന് ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ അല്ലേ? അതെ. അതിനകത്തേക്ക് പിന്നെ റൈസ് പൗഡർ, ബാംബു റൈസ് പൗഡർ മിക്സ് ചെയ്ത് ചെറിയൊരു നനവ് മതി അല്ലേ? ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ഒന്ന് ഒരു പിടുത്തം കിട്ടണം അല്ലേ? ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ഒരു പിടി കിട്ടണം. അത്ര മനോഹരമായിട്ട് 2 മിനിറ്റ് കൊണ്ടാ ഉള്ളി. നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞല്ലേ, നിത്യാഭ്യാസം ആനയെടുക്കും എന്ന് പറഞ്ഞു പോലെ 2 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് കുറച്ച് തേങ്ങയും കൂടി വീണ്ടും ഇടണം അല്ലേ? വീണ്ടും തേങ്ങ ആദ്യം ഇട്ടു, വീണ്ടും തേങ്ങ ഇടും. ഈ തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വലിയ മുതലാളി ടാറ്റയ്ക്കും ബിർളയ്ക്കും മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം അതിന്റെ വില എന്ന് പറഞ്ഞാൽ 50 രൂപ എടുത്തുണ്ടായി അല്ലേ? തേങ്ങ ഇട്ടു. ഇപ്പൊ ചെയ്യുന്ന 4 ലെയർ ആയിട്ടാണ്. 4 കഷ്ണമായിരിക്കും അല്ലേ? 4 പീസായിരിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാർ, നമ്മുടെ അവിടെ ഒരു രാമനാരിയേട്ടൻ്റെ കുഞ്ഞോണി ചേട്ടൻ്റെയൊക്കെ ചായക്കടയുണ്ട്. ആ കടയിൽ ഇങ്ങനെ പുട്ട് ഇങ്ങനെ ചെറിയ 4 പീസ് പുട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. എൻ്റെ അതിൽ നിന്ന് ഒരു പുട്ട് ഇങ്ങനെ കൈ കൊണ്ട് മേടിച്ച ഒരു ചായയും കുടിച്ച ചായയും കുടിച്ച കുടിച്ചിട്ടാണ് രാവിലത്തെ ഭക്ഷണം. അവരൊരു എനർജിയോടെ യാത്രയാണ്. സന്തോഷകരമായി ജോലി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന പോലെ 4 കഷ്ണം പുട്ടാണ് നമ്മുടെ ഷിജു മാഷ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഏറ്റവും നല്ലല്ലേ? ഓക്കെ. ഈ തേങ്ങ ഇത് ഭംഗിക്ക് വെക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാം? രുചിക്ക് നല്ല അയഡിൻ ഏറ്റവും ശക്തമായ സാർ. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചിരട്ടയുടെ ഇനിയിപ്പോ വീണ്ടും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതിന്റെ അടപ്പായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ചിരട്ട 3 ചിരട്ടയാണ് നമ്മൾ ഇതിന്റെ അടപ്പായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് തന്നിരിക്കുകയാണ് നമ്മുടെ ഷീച്ചേട്ടൻ, നമ്മളെ തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് വെക്കാൻ പോവാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ ചെയ്യുമ്പോൾ ആവി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി ആവി വെളിയിൽ പോകാതിരിക്കാൻ അല്ലേ? ആവി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ. പഴയ ചില കരി പിടിച്ച ചായക്കടയിലൊക്കെ ഇതുപോലുള്ള അല്ലേ രസകരമായി അവർ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സംഗതി റെഡി ആയിട്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ടെക്നോളജി എല്ലാം പഴയ നാട്ടുമ്പുറത്തെ ചായക്കടയിൽ തന്നെയാണ്. പക്ഷേ ഇതുകൂടെ ഇച്ചിരി സന്തോഷമായിട്ടും ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ നമുക്ക് സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം കാശ് കൂടുതൽ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രഷ്യസായ സാധനം കിട്ടുക എന്നുള്ളതാണ്. അതിനെന്തായാലും നമ്മുടെ ഈ ഹോട്ടലിൽ തന്നെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. മൂന്നാർ വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അടുത്ത മീനിന്റെ പരിപാടി നോക്കാം. ഇനി അടുത്ത അതെ സാർ. അപ്പൊ മീൻ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മൾ മീൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചുട്ടെടുക്കുക എന്ന് പറയും. അദ്ദേഹം 3 പ്രാവശ്യം എന്നോട് പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഫുഡ് ഹെൽത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ രാജ്യം മുഴുവൻ വേഷവും രാജ്യം മുഴുവൻ കിങ്ങാണി പിടിച്ച സാധനമാകുമ്പോ മറിച്ചിട്ട് ഇപ്പോ വളരെ ഹെൽത്തി ആയിട്ട് ഫുഡായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അന്തസ്സ് തന്നെയാണ്. പണ്ട് ആഹാരം എല്ലാം ഹെൽത്ത് ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മളിവിടെ കൊടുക്കുക. മീൻ ഇത് എന്ത് മീനാ? ഇത് സിയർ ഫിഷ്, നെയ്മീൻ അല്ലേ? ഓക്കെ. ഇതെന്തോ സാധനം? ഇത് ഇതിന്റെ മാരിനേഷൻ കോക്കനട്ട് പേസ്റ്റ്, കൊറിയാണ്ടർ പേസ്റ്റ്, മിന്റ് പേസ്റ്റ്, ചില്ലി പൗഡർ, പുതിന എന്നുള്ള മാരിനേഷൻ ആയത്. സ്പൈസി ആണത്. അപ്പൊ ഇത് ഫോറിനേഴ്സിനൊക്കെ ഫോറിനേഴ്സിന് ഇഷ്ടം. അത് സ്പൈസി ആയിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല അവർ ഇങ്ങോട്ട് വരണല്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറെ ചോദിച്ചേ, ഈ സാധനം ഉണ്ടല്ലോ, ഈ ഷെഫുമാരെല്ലാം ഇത് എന്തിനാ ഇത് ഇങ്ങനെ വെക്കണേ? എല്ലാ TV തുറന്ന ലോകം ഉള്ള TV മുഴുവൻ ഈ പാചക പരിപാടിയാണ്. ഈ പാചക പരിപാടിക്കെല്ലാം എല്ലാവരും ഇങ്ങനെ സാധനം വെച്ചിട്ട് ഒരു ഭയങ്കര കുടവേറെ, എൻ്റെ അല്ല ഇതിന്റെ 2 ഇരട്ടി കൂടെ വലിയ കുടവേറൊക്കെ വെച്ചിട്ട് അവിടെ എടുത്തിട്ട് കുറച്ച് അങ്ങോട്ടിട്ടെ, കുറച്ചെടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ടിട്ടെ, കുറച്ച് തേങ്ങ ഇട്ടിട്ട്, കുറച്ച് മുളക് ഇട്ട്, കുറച്ച് എന്നൊക്കെ പറയണം. ഇത് എന്തിനാണ് ഇങ്ങനെ വെക്കണേ? നമ്മൾ ക്യാപ്പ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുടി ഫുഡിൽ വീഴാതിരിക്കാനും നയിക്കുന്ന ഒരു വൃത്തിയുടെ പര്യായമാണ് ഷെഫ് ക്യാപ്പ്. അതാണ് ഷെഫുമാർ ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നവർ ഇപ്പോൾ ക്യാപ്പ് വെച്ച് യൂസ് ചെയ്യാറ്. നമ്മുടെ വീട്ടിലായാലും ശരി തന്നെ, അമ്മമാരായാലും പണ്ടത്തെ അല്ല ഇപ്പോഴത്തെ രീതിയിലായാലും തന്നെ ഏപ്രിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ക്യാപ്പെല്ലാം യൂസ് ചെയ്താൽ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഞാനും ഒന്ന് വെച്ചിരിക്കും. എങ്ങനെയുണ്ട്? പക്ഷെ എന്റെ തലയ്ക്ക് പറ്റിയ ക്യാപ്പല്ല ഇതെന്നുള്ളത് കൊണ്ട് അത് ഊരി പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് വലുതാക്കാൻ തോന്നി ക്യാപ്പല്ലേ? അതിന്റെ സ്റ്റിക്കർ പൊളിച്ചിട്ട് സ്റ്റിക്കർ എവിടെ ഇളക്കണം? ഇവിടെ ഇളക്കിയിട്ട് സ്റ്റിക്കർ